നടികർ റിലീസിന് ഇനി അധിക ദിവസമില്ല. പടത്തിന്റെ പ്രൊമോഷൻ തകൃതിയായി നടക്കുന്നതിനിടക്ക് സംവിധായകൻ ലാൽ ജൂനിയറിനോട് ഒരു ചോദ്യമുയർന്നു. നടികറിലെ ഡേവിഡ് പടിക്കൽ എന്ന കഥാപാത്രം ഏതെങ്കിലും റിയൽ ലൈഫ് നടന്റെ റെഫറൻസിൽ നിന്നും ഉണ്ടായതാണോ എന്ന്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് അത് ഒരു നടന്റെ റെഫറൻസിൽ നിന്നുണ്ടായതല്ല, ഒരുപാട് നടന്മാരുടെ റെഫറൻസിൽ നിന്ന് ഉണ്ടായതാണ് എന്ന്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. മലയാള സിനിമയിൽ തന്നെ ഇതുപോലെ വൻ വിജയങ്ങൾ ഉണ്ടാക്കിയ നടന്മാർ ഒത്തിരി പേരുണ്ട്. അവരിൽ തന്നെ സിനിമാക്കാർക്ക് മുഴുവൻ തലവേദനയായി മാറിയ ഒത്തിരി പേരുമുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ പൃഥ്വിരാജ്, ആസിഫ് അലി, ഷെയ്ൻ നിഗം, ശ്രീനാഥ് ഭാസി, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഈ തലമുറയിൽ മാത്രമല്ല, മുൻപത്തെ തലമുറയിലും ഇതേപോലത്തെ നടന്മാർ ധാരാളമാണ്. എന്തിനേറെ പറയുന്നു, സീനിയർ നടന്മാരായ മമ്മൂക്കയും തിലകനും എല്ലാം ഇതിനൊരു ഉദാഹരണമാണ്. ഒത്തിരി നടന്മാർ റെഫറൻസിനുണ്ട് എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് നിവിൻ പോളിയെ ഒരു റെഫറൻസായി എടുക്കാമെന്ന്. അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ നമ്മളൊന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും നിവിൻ പോളി ഒരു അഹങ്കാരിയായ നടനാണ് എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കരിയറിൻ്റെ തുടക്കത്തിൽ ഒത്തിരി വിജയങ്ങൾ നേടുകയും പിന്നീട് അഭിനയം എന്നൊരു കാര്യം കൺസിഡർ ചെയ്തുകൊണ്ട് പരീക്ഷണ ചിത്രങ്ങളിൽ ഏർപ്പെടുകയും തുടരെയുള്ള വൻ പരാജയങ്ങൾ നേരിടുകയും ചെയ്ത ഒരു നടൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അതുമാത്രമല്ല, നിവിൻ പോളിയുടെ വ്യക്തിത്വം ഇങ്ങനെ തുറന്നു പറഞ്ഞാൽ ഹർട്ടാവാത്തൊരു വ്യക്തിത്വം കൂടി ആയതുകൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നിവിൻ പോളി അദ്ദേഹവുമായി നല്ല ബന്ധമുള്ളതും അദ്ദേഹത്തിന് അങ്ങനെ ഉപയോഗിച്ചതുകൊണ്ട് നിവിൻ പോളിയുമായുള്ള ബന്ധത്തിൽ അകൽച്ച ഉണ്ടാവില്ല എന്നൊരു വിശ്വാസമുള്ളത് കൊണ്ടാവാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഇത് നിവിൻ പോളി എന്ന മനുഷ്യൻ്റെ വിശാല മനസ്കതയും ഇമോഷണൽ റെസിലൻസും തുറന്നു കാട്ടുന്ന ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ്. എന്നാൽ മലയാള സിനിമയിലെ ഒരു നടൻ സ്വയം ഇങ്ങനെ പറയുകയുണ്ടായി, താൻ തുടരെയുള്ള വിജയങ്ങളിൽ വൻ അഹങ്കാരിയായി മാറുകയും താൻ എന്തോ വലിയ സംഭവമാണ് എന്നൊരു തോന്നലുണ്ടാകുകയും എല്ലാവരോടും വളരെ റൂഡായി പെരുമാറുകയും തൻ്റെ പഴയകാല സുഹൃത്തുക്കളെല്ലാം ഒഴിവാക്കുകയും ചെയ്തിരുന്നുവെന്നും പിന്നീട് തുടരെയുള്ള സിനിമകൾ മാലപ്പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടി തൻ്റെ വിലയെല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ അഹങ്കാരമെല്ലാം ശമിച്ച് താനൊരു പരുവത്തിലായതിനു ശേഷം പതുക്കെ തൻ്റെ സുഹൃത്തുക്കളെല്ലാം കോണ്ടാക്റ്റ് ചെയ്യുകയും തൻ്റെ അഹങ്കാരമെല്ലാം ശമിച്ച് സാധാരണ മനുഷ്യനായി മാറുകയും ചെയ്തു എന്ന്. ആരാണ് ആ നടനെന്നല്ലേ? വേറെ ആരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജയേട്ടൻ എന്ന് വിളിക്കുന്ന ജയസൂര്യയാണ് ആദ്യം അഹങ്കാരിയാകുകയും പിന്നീട് നല്ലവനാകുകയും ചെയ്ത ആ നടൻ. വിനയൻ സാർ സംവിധാനം ചെയ്ത തൻ്റെ ആദ്യ പടമായ ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യനിൽ അന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച നടിയായ കാവ്യമാധവനോടൊപ്പം അഭിനയിക്കുകയും ആ പടം കേരളത്തിൽ വമ്പൻ ഹിറ്റാവുകയും പിന്നീട് അത് തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം റീമേക്ക് ചെയ്യപ്പെടുകയും അവിടെയും വമ്പൻ ഹിറ്റായതോടുകൂടി ജയസൂര്യ വിചാരിച്ചു സൗത്തിൻ്റെ മുഴുവൻ തൻ്റെ കൈപ്പിടയിലായി എന്ന്. അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയ ഓഫറുകളാകട്ടെ കമലഹാസൻ്റെ കൂടെ വസൂൽ രാജ MBBSൽ ഒരു നല്ല വേഷം ചെയ്യാനും. അങ്ങനെ വൻ അഹങ്കാരിയായി മാറിയ അദ്ദേഹം താനെന്തോ വലിയ ആളായി മാറിയ തോന്നലുണ്ടായെന്നും തൻ്റെ സുഹൃത്തുക്കളോടും സിനിമാക്കാരോടും എല്ലാം വളരെ റൂഡായി പെരുമാറുകയും പലരുമായുള്ള ബന്ധങ്ങൾ നശിക്കുകയും ചെയ്തുവെന്ന്. പിന്നീട് അഭിനയിച്ച പല സിനിമകളിലും തുടരെ പരാജയങ്ങൾ നേരിട്ട അദ്ദേഹം പിന്നെ പടമില്ലാത്തൊരവസ്ഥയിലോട്ട് എത്തുകയും പലരുടെയും പരിഹാസത്തിന് പാത്രമാവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം തൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് അദ്ദേഹം വഴക്കിട്ട് പറഞ്ഞുവിട്ട സുഹൃത്തുക്കളെയും എല്ലാവരെയും വീണ്ടും ഫോൺ ചെയ്യുകയും വീണ്ടും അവരോട് മാപ്പെല്ലാം പറഞ്ഞ് കൂട്ടുകൂടുകയും ചെയ്തു. അതിനുശേഷം സിനിമയെ നന്നായി മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഒന്നൊന്നര തിരിച്ചുവരവാണ്. ഇന്നും നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് ഒരു മികച്ച മനുഷ്യനായും മികച്ച നടനുമായുമാണ്. അതിന് ആ പരാജയങ്ങൾ അദ്ദേഹത്തെ വലിയൊരു പാഠം പഠിപ്പിച്ചു എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡേവിഡ് പടിക്കൽ എന്ന ഈ കഥാപാത്രം 100% ജയസൂര്യയോട് നീതി പുലർത്തും എന്ന് തന്നെ നമുക്ക് പറയാനാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.